ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കരിമ്പനക്കൂമ്പ് എങ്ങനെ പറിക്കുന്നു എന്നതിനെക്കുറിച്ച് അത് കാണിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോയാണ്. നമുക്കത് എങ്ങനെയാണ് പറിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ ഓൾറെഡി കുഴിച്ചിട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്, പറിക്കുന്ന പാകം എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിൻ്റെ ടോപ്പിലേക്ക് അതിൻ്റെ ഇലകൾ, ചെറുതായിട്ട് ഇലകൾ വന്ന് തുടങ്ങുന്ന ആ സമയം, ചെറുതായിട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ പൊന്തിക്കഴിഞ്ഞാൽ പറ്റത്തില്ല, ചെറുതായ രീതിയിൽ ഇലകൾ അതിൻ്റെ കൂമ്പുകൾ മേലോട്ട് വരുന്ന ആ സമയത്ത് വേണം നമ്മളിത് പറിക്കാൻ. അന്നേരമാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്കിത് മൂത്തതായിട്ട് അല്ലെങ്കിൽ മെച്യൂറായിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ട്, അല്ലെങ്കിൽ ഇത് പിഞ്ചാണെങ്കിൽ മൂക്കാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ ഇതിന് കയ്പുണ്ടാകാൻ സാധ്യത കൂടുതലാണ്, കഴിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ആ സമയത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത്. ഇതുപോലെ സൈഡിൽ നിന്ന് മണ്ണ് മാറ്റിയിട്ട് ഇങ്ങനെ ഈ കരിമ്പന തേങ്ങകൾ ഇരിക്കുന്ന കാണാം. സൈഡിൽ നിന്ന് മണ്ണ് ആഴ്ത്തിയെടുക്കുക, എന്നിട്ട് ഓരോന്നോരോന്നായി ഇങ്ങനെ അടർത്തിയെടുക്കുക. ഇത് താഴേക്കാണ് അതിൻ്റെ കൂമ്പ് ആദ്യം പോവുക. അപ്പോൾ നമ്മളത് പൊട്ടിക്കാത്ത താഴേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി അടർത്തിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുണ്ടോ, ഇതുപോലെ അടർത്തിയെടുക്കുക. എന്നിട്ട് ഇതിൽ തീരെ ചെറുതൊക്കെ നമ്മൾ കാണുന്നത് മൂക്കാത്തതുണ്ട്, പിഞ്ചായിട്ടുള്ളതൊക്കെ ഉണ്ട്, ചിലതൊക്കെ നല്ലതാണ്. എന്നിട്ട് ഇതുപോലെ മേലെ നിന്ന് രണ്ടിടത്തേക്കായിട്ട് ഇതിങ്ങനെ പൊളിച്ചെടുക്കുക. ഇതിൻ്റെ പുറത്തൊരു തൊണ്ടുണ്ട്. ആ തൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അത് പൊളിച്ച്, ഇതിപ്പോൾ ഒരു മൂത്ത ഇതാണ്, നല്ല വലിപ്പത്തിൽ. അതിനൊരു ചെമ്പ് കളറ്, പുറത്തൊരു ചെറിയ വര പോലെ ഉണ്ടാവും. ഇതിലത്ര ക്ലിയർ കാണുന്നില്ല ക്യാമറയിൽ, അതുകൊണ്ടാണ്. ചിലതിന് ഇതുപോലെ ചെറിയ കേടുകളും ഉണ്ടാവും. ചെറിയ മണ്ണിൻ്റെ, ഓരോ സ്ഥലത്തെ മണ്ണിൻ്റെ കറുത്ത പൊട്ട് പോലെ ഉണ്ടാവും, ഓരോ പാടുകളുണ്ടാവും. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് അത് ചെത്തിക്കളയണം. ആ കറുപ്പ് പാടുകൾ ചെത്തിക്കളയേണ്ടതാണ്. നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് വേണം ഇത് റെഡിയാക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ഇതുണ്ടാക്കുക. ഇതിപ്പോൾ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ എല്ലാവർക്കും ഇതിങ്ങനെ കഴിച്ച് പരിചയം ഉണ്ടാവില്ല. എന്നാൽ ഇത് ഈ പാലക്കാട് സൈഡുകളിലൊക്കെ കൂടുതലായിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് കരിമ്പനക്കൂമ്പ്. ഇതിൽ മൂക്കാത്തതെന്ന് പറഞ്ഞാൽ രണ്ടിനടുത്തായിട്ട് ഈ വലിപ്പത്തിലുള്ളത് ഇത് കണ്ടോ, ഇത് മൂത്തതാണ്. അതിനൊരു ചെറിയ കാപ്പി കളർ, പുറത്തോടെ ഒരു ചെറിയ ലൈൻ വരവരയായിട്ടുണ്ടാവും. പിന്നെ മൂക്കാത്തത് ഒരു വെളുത്ത നിറമായിട്ട് ചെറുതുമായിരിക്കും. ഇതുണ്ടോ, ഇതുപോലെ ഇത് മൂത്തത്, ഇത് മൂക്കാത്തതുമാണ് ഈ ചെറുത് കാണുന്നത്. അപ്പോൾ അതേപോലെ മൂത്തത് വേണം നമ്മൾ എടുത്തിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്ലീനാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ തല, അതായത് രണ്ട് തലയും, അതായത് ഈ മേലത്തെ ഇല പോലെ വന്നിരിക്കുന്ന കുറേ ഭാഗം, അതുപോലെ അതിൻ്റെ ചോട്, ഇല പോലെ വന്നിരിക്കുന്ന ഭാഗം അത്രയും നമ്മൾ ആദ്യം മുറിച്ച് കളയണം. പിന്നീട് അതുപോലെ അതിൻ്റെ കടഭാഗവും ആ വേരോട് കൂടിയിട്ടുള്ള ഭാഗം ഇത്ര രീതിക്ക് ഇങ്ങനെ റൗണ്ടിൽ മുറിച്ച് ക്ലിയറാക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും കഴുകി ഇത് ക്ലിയറാക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിത് ഉപ്പും ലേശം മഞ്ഞളും ചേർത്ത് ഇടാൻ. എന്നിട്ട് വേവിച്ചതാണ് ഈ പീസ് കാണുന്നത്. വേവിച്ച പീസ് ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്. അത് സെൻറ്ററിൽ നിന്ന് രണ്ടായിട്ട് പൊളിക്കുക. ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് രണ്ടായിട്ട് പൊളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ, അതിൻ്റെ ഇലയുടെ ഒരു ചെറിയ ലൈനായിട്ടൊരു നൂല് പോലെ ഇല ഉണ്ടാവും. അതെടുത്ത് കളയുക, അത് ആവശ്യമില്ല. ഒരു ഈർക്കിളിയായിട്ടുള്ള ഒരു ചെറിയ അതിൻ്റെ കൂമ്പ് അത് ഒഴിവാക്കിയതിന് ശേഷം ഇത് എടുത്ത് നമ്മൾ അതിൻ്റെ നാര് കളയാനായിട്ട് സെൻറ്ററിൽ നിന്ന്, നമ്മുടെ കരിമ്പൊക്കെ എടുക്കുന്നത് പോലെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒടിച്ച് അതിൻ്റെ നാര് വലിച്ച് സെൻറ്ററിലത്തെ നമുക്കിങ്ങനെ അടർത്തിയെടുക്കാം. നാരിങ്ങനെ പറിച്ച് കളയുക. എന്നിട്ട് തിരിച്ചൊടിക്കുമ്പോഴും ഇങ്ങനെ നാര് പുറകിൽ നിന്ന് ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ കാമ്പ്, അത് ഉള്ളിലുള്ളത്
അത് എടുത്ത് കഴിക്കുന്നതാണ്. അതുപോലെ ഇങ്ങനെ അടർത്തി ഓരോ പീസ് അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നല്ല നാരുള്ളതാണ്. ഇത് ഉള്ളിൽ നിന്ന് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ അടർത്തിയെടുക്കുക, ഓരോ പീസുകളായിട്ട് അടർത്തിയെടുത്തിട്ട് നമുക്ക് ഇത് കഴിക്കാം. ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ട രീതി. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.